ഈ ദുന്യാവിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഒരിടയിലാണ്. ജന്മം എന്ന മലയാള പ്രയോഗം തന്നെ ശ്രദ്ധേയമാണ്. ജീമ കൊണ്ടാണ് തുടങ്ങുന്നത്. ജന്മം, ജീമ ജനനം. ആ പ്രയോഗം അവസാനിക്കുന്നത് മീമ കൊണ്ടാണ്. മീമ മരണം. അതിൻ്റെ ഇടയിൽ ഒരു ഇൻ എന്ന് മാത്രമാണ് ദുന്യാവ്. ജന്മം, ഒരു ഇൻ, അത്രേ ഉള്ളൂ. അത്ര ഇവിടെ ആയുസ് ഉണ്ടാവുള്ളൂ. ജീമ് നമ്മുടേത് കഴിഞ്ഞു. ഇപ്പൊ ഇൻ എന്നതിൽ നിന്ന് ജന്മം എന്ന മം എന്നതിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, മരണം. അതിനിടയിൽ ഒരു 3 ദിവസമാണ്. ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലെ എന്നത് കഴിഞ്ഞു, ഇന്ന് ഇത്രയായി, നാളെ എന്താണെന്നൊന്നും പറയാൻ പറ്റൂല. ഈ 3 ദിവസത്തിന് വേണ്ടിയാണ് ദുന്യാവ്. 3 ദിവസമേ ഉള്ളൂ. ഇത് പരലോകത്തിനുള്ള ഒരു ക്യൂ നിൽക്കൽ പ്രോഗ്രാമാണ് ദുന്യാവ്. ദുന്യാവ് ജീവിതമല്ല, യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. പരലോകത്തിനുള്ള ഒരു ക്യൂ നിൽക്കലാണ്. നമ്മൾ ഭക്ഷണത്തിന് ക്യൂ നിൽക്കലുണ്ടല്ലോ, ഡോക്ടറെ കാണാൻ ടോക്കൺ എടുത്തുകൊണ്ട് ക്യൂ നിൽക്കലുണ്ട്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കാണാൻ ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കുന്നതിന്റെ പേരാണ് ദുന്യ. ഇവിടുന്ന് കാണൂല. കാണണമെങ്കിൽ ഈ കണ്ണ് മാറണം. ഈ കണ്ണുകൊണ്ട് അള്ളാഹിനെ കാണാൻ കഴിയില്ല. കണ്ടാൽ നമ്മുടെ പണികൾ നടക്കൂല. കാരണം ഒരു മനുഷ്യന് മുമ്പിൽ ഏറ്റവും സുഖവും സന്തോഷവും ആനന്ദവുമുള്ള ഒരു രംഗം ഹൂർലിങ്ങളെ കാണലോ, സ്വർഗത്തിലെ സ്വർണ്ണ നിർമ്മിതമായ കൊട്ടാരങ്ങൾ കാണലോ ഒന്നുമല്ല. സൃഷ്ടിച്ച അല്ലാഹുവാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിന്റെ മേലൊരു ലഹരിയില്ല. ഇതാണ് മനസ്സുകൊണ്ട് കുടിക്കേണ്ടത്. ഇത് റൂഹിന്റെ ലഹരിയാണ്, ഇത് ഖൽബിന്റെ ലഹരിയാണ്, ഇത് നാവിന്റെ മുദ്രാവാക്യമാണ്, ഇത് സ്വദറിന്റെ മുദ്രയാണ്, ഇത് ജീവിതത്തിന്റെ അഭിലാഷമാണ്. അവസാന ശ്വാസം പോകുന്ന സമയത്ത് അതിൽ മുഴങ്ങേണ്ട മുദ്രാവാക്യമോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും മധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്നതിൽ നിന്ന് അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പാലാറ് വീഞ്ഞാറ് കളകളാരവം മുഴക്കി ഒഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിലേക്ക് അവൻ കയറുമേ എന്ന് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹ്. النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه. الله 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 الله. ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, ഹൃദയത്തിന്റെ ഉൾക്കാമ്പിൽ നിന്ന് ഹൃദയങ്ങളുടെ ഉള്ളറകളിലേക്ക്, ഹൃദയങ്ങളുടെ ഹൃത്തടത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ഇഷ്കിന്റെ പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് മദീനയുടെ കസ്തൂരി മണ്ണിലേക്ക് ഒരു മനുഷ്യന്റെ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രസന്റേഷൻ അല്ലയോ സലാം. ആ സമയത്ത് പുണ്യനബി മദീനയിൽ നിന്നൊരു ഗിഫ്റ്റ് തിരികെ തന്നാൽ, അള്ളാന്റെ റസൂലിന്റെ ഒരു ലൈക്ക് കിട്ടിയാൽ, മലക്കുകളുടെ ഒരു ലൈക്ക് കിട്ടിയാൽ, സാക്ഷാൽ ഖാലിഖായ റബ്ബിന്റെ ഒരു ലൈക്ക് കിട്ടിയാൽ ദുനിയാവിൽ രക്ഷപ്പെടുമേ, ആഖിറത്തിൽ സൗഭാഗ്യത്തിന്റെ ഗുഡ് ലിസ്റ്റിൽ പെടുമേ. അതുകൊണ്ട് ആണുങ്ങളെ, പാറപ്പുറത്തിരുന്നു കൊണ്ട് മദീനയുടെ പച്ചക്കുബ്ബയെ ഭാവന ചെയ്തുകൊണ്ട് ഇഷ്ക് നിറഞ്ഞ കൽബോട് അതരങ്ങൾ മദീനയുടെ നായകന് വേണ്ടി ഒന്ന് ചലിപ്പിക്കുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ്.
ആദികളും വ്യാധികളും പരാതികളുമായി വരുന്ന ആയിരങ്ങൾക്ക്, ആഗതരാകുന്ന ആയിരങ്ങൾക്ക് ആശ്വാസമേകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മുഹിബ്ബീങ്ങളിലും മുത്തബീങ്ങളിലും നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ആഖിറം നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ കാഫിര്യങ്ങളാണ്, അവർക്ക് ആഖിറത്തിൽ പരാജയമാണ്, നരകമാണ്. ആഖിറത്തിനേക്കാൾ ദുനിയാവിന് മുൻഗണന കൊടുക്കുന്ന ആളുകളുണ്ട്. അവരുടെയും ആഖിബത്ത് ചീഞ്ഞു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിനും ആഖിറത്തിനും ഒരേ വില കൊടുക്കുന്ന ആളുകളുണ്ട്. ദുനിയാവിൽ ജീവിച്ചിട്ട് ഇസ്സത്തോടെ കഴിയണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെയും ആഖിറമാണ് പ്രാമുഖ്യം എന്ന് വിലയിരുത്തി അതിനു വേണ്ടി സദാ ഒരുങ്ങുന്നവരുമുണ്ട്. ഇതിൽ ഏതാണ് ഇപ്പോൾ ഈ സാസലിരിക്കണം നമ്മൾ എന്നൊന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ ലബോറട്ടറി തുറക്കാൻ പറ്റും. അത് വേറെ എവിടെയും പോയിട്ട് പരിശോധിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ വിഭാഗത്തിൽ ഏതായാലും നമ്മൾ പെട്ടിട്ടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതാണത്? ആഖിറം നിഷേധിച്ചുകൊണ്ട് ദുനിയാവിൽ കഴിയുന്ന ആളുകൾ യുക്തിവാദികളാണ്. എന്ന് പറഞ്ഞാൽ യുക്തിക്ക് വാദം പിടിച്ച ആളുകളാണ്. യുക്തിക്ക് വാദം പിടിച്ചാൽ പിന്നെ വിഡ്ഢിത്തല്ലേ പറയുള്ളൂ. പിന്നൊരു വിഭാഗം, അവർ ദുനിയാവിൽ ജീവിക്കും, ആഖിറത്തിനേക്കാൾ ദുനിയാവിന് മുൻഗണന കൊടുക്കും. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾ ദുനിയാവിനെ തെരഞ്ഞെടുത്തത്, വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, ഖൈറും അബ്ഖയും ആഖിറമാണ് എന്നിരിക്കെ തന്നെയും നിങ്ങൾ തെരഞ്ഞെടുത്ത് ദുനിയാവിനെയാണ് എന്ന് അള്ളാഹു പറഞ്ഞത് ആ വിഭാഗത്തെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവരുടെ ഉദാഹരണം എന്താണ്? അവർ ആഖിറുണ്ടെന്ന് വിശ്വസിക്കും, നിസ്കരിക്കുകയൊക്കെ ചെയ്യും. കല്യാണം വന്നാൽ നിസ്കരിക്കൂല. ഇവരാണ് ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയാ. നിസ്കരിക്കും, പക്ഷേ പലപ്പോഴും മടിയാണ്. ഇൽമു പഠിക്കും, പക്ഷേ വളരെ ചുരുങ്ങിയ സമയം മാത്രം, അല്ലെങ്കിൽ സൗകര്യമുണ്ടെങ്കിലും പഠിക്കൂല. ദുനിയാവിന്റെ എച്ചിൽ വേസ്റ്റുകൾക്ക് വേണ്ടി ഓടി നടക്കും, പക്ഷേ അള്ളാന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അവരെ കിട്ടൂല. എന്നാൽ മുഅ്മിനീങ്ങളായി അറിയപ്പെട്ട് ജീവിക്കുന്നവരാണ്, പക്ഷേ തലയിൽ മുഴുവനും ദുനിയാവാ. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയാ. പാവസമൽക്കാരത്തിന്റെ ഉടമയായ, ലോകത്ത് അമുസ്ലിമീങ്ങളിൽ പോലും വിശ്വസ്തൻ എന്ന് ഏറ്റവും കൂടുതൽ പറയുകയും എഴുതുകയും ചെയ്തിട്ടുള്ള, സ്റ്റേജിലും പേജിലും പ്രകീർത്തനങ്ങളാ ലോകത്ത് ഏറ്റവും കൂടുതൽ പറയപ്പെടുകയും വാഴ്ത്തപ്പെടുകയും കേൾക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ചരിത്രത്തിന്റെ ഉടമയായ, ചരിത്ര പൂങ്കാവനത്തിലെ രാജപ്രഭുവായ അള്ളാന്റെ ഹബീബേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. പക്ഷെ അവിടുത്തെ വ്യക്തിത്വ പ്രഭാവത്തെ സംശയിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ, നിസ്കരിച്ചാൽ, സലാം പറഞ്ഞാൽ അത് മദീനയിൽ എത്തൂല, അത് ആഖിറത്തിൽ കിട്ടൂല. അതുകൊണ്ടാണ് സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറയുകയാ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി. അല്ലാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിച്ച യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആരെന്നറിയോ? ആ വിശ്വാസത്തിന് ശേഷം സുമ്മലം യർതാബൂ, പിന്നീട് സംശയം വരാത്തവരാണ്. വിശ്വസിച്ചു, പിന്നീട് സംശയിക്കൂല. ആ വിശ്വാസം വേണ്ടത്, ആ വിശ്വാസം വേണ്ടത്. അല്ലാഹു തആല ആ വിശ്വാസം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ പറയും. അല്ലാഹു തആല ആ വിശ്വാസം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ലാസ്റ്റ് വാങ്ങാം. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. വളരെ ഗൗരവത്തിൽ ഉമ്മമാരും ചിന്തിക്കണം. അല്ലാഹുവിൽ ഖൽബ് കൊണ്ടങ്ങ് മുറിഞ്ഞു വീഴണം. കണ്ടില്ലേ നിങ്ങൾ, ഫിർഔന്റെ ഭാര്യയായിരുന്നല്ലോ ആസിയ ബീവി. ഉമ്മമാരെ, ചിലർ പറയാനുണ്ട് ഖുർആൻ പെണ്ണിനെ രണ്ടാം കിട പൗരനായി തരം താഴ്ത്തിരിക്കുകയാണ് എന്ന്. ഇല്ല ഉമ്മമാരെ, ഇല്ല, അങ്ങനെ ഖുർആനിൽ ഒരായത്തില്ല. ഖുർആനിൽ പെണ്ണുങ്ങളുടെ പേരിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൻ നിസാ. എന്നാൽ സൂറത്തു റിജാൽ എന്നൊരു അധ്യായമില്ല. ഒരു അധ്യായത്തിന്റെ പേര് തന്നെ നിസാ എന്നാണ്. റിജാല്, സൂറത്തു റിജാൽ എന്നൊരു അധ്യായമില്ല. അങ്ങനെ സൂറത്തു നിസാ എന്ന അധ്യായത്തിന് പുറമെ പിന്നെ സൂറത്ത് മറിയം വേറെയുണ്ട്.
എവിടെയാണ് പെണ്ണിനെ തരം താഴ്ത്തിയത് എന്ന് മാത്രമല്ല, ലോകത്ത് കടന്നു വരുന്ന പരകോടി വിശ്വാസികൾക്ക് മാതൃകയാക്കി പടച്ച തമ്പുരാൻ ഖുർആനിൽ പൊക്കിപ്പിടിച്ചത് രണ്ട് പെണ്ണുങ്ങളെയാ. ലറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറാത ഫിർഔന ഇദ് ഖാലത് റബ്ബ് ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ വമറിയം ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖനാ ഫീഹി മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബി വകാനത് മിനൽ ഖാനിതീൻ. ആഗോള മനുഷ്യ വിഭാഗത്തിന് അന്ത്യം വരെ വരുന്ന മുഅ്മിനീങ്ങൾക്ക് മാതൃകയാക്കി അല്ലാഹു നേരത്തെ ഖുർആനിൽ പൊക്കിപ്പിടിച്ചത് രണ്ട് പെണ്ണുങ്ങളെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അദ്ദുനിയാ കുല്ലുഹാ മതാ വഖൈറു മതാഇഹാ അൽ മർഅതു സാലിഹാ. ദുനിയാവ് മുഴുവനും ഒരു വിഭവശേഖരമാണെങ്കിൽ ആ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നം അല്ലാഹുവിനെ പേടിക്കുന്ന സ്ത്രീയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണ് പറന്നാൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലത്താ റസൂലുള്ളാഹി പറഞ്ഞത് എന്ന് മറക്കണ്ട പെണ്ണുങ്ങളെ. അല്ലാഹ് നിന്റെ വീട്ടിൽ അടുക്കളയിൽ എത്ര ഭക്ഷണമാണ് ഇസ്രാഫ് ചെയ്യുന്നത് എന്ന് പരിശോധിച്ചാൽ 4 സ്റ്റേജ് വരെ എത്തുന്നത് വരെ നിന്റെ വാറ്റിന്റെ ഉള്ളിൽ മുഴ വലുതായി ചീഞ്ഞു നാറുന്നത് വരെ നീ അറിയാതിരിക്കാനുള്ള കാരണം നിനക്ക് മനസ്സിലാവും. ഓ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഉമ്മാ നിനക്ക് മാറാത്ത തലവേദനയുണ്ടോ? തീരാത്ത വയറുവേദനയുണ്ടോ? അതിന് ഞാനൊരു കാരണം പറഞ്ഞു തരാം. നിന്റെ വീട്ടിൽ അള്ളാഹുവിന്റെ കലാമ് മുസ്ഹഫില്ലേ, ആ മുസ്ഹഫിന്റെ ചട്ടം മുഴുവനും ചലന്തി വല കൊണ്ട് ആവരണം ചെയ്തതാണ്. ആ മുസ്ഹഫിന്റെ 1-ാമത്തെ പേജ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിൽ കൂറ ചത്ത് കിടക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ പല്ലിന്റെ വാല് മുറിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഖുർആനിന്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും ശപിക്കുകയാണ്. ഖുർആനിന്റെ ലാനത്ത് കൊണ്ട് നിനക്ക് തീരാത്ത തലവേദനയുണ്ടെങ്കിൽ, മാറാത്ത വയറുവേദനയുണ്ടെങ്കിൽ, ശരീരത്തിന് സമാധാനമില്ലെങ്കിൽ മെഡിസിൻ സ്വീകരിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അല്ലാഹുവിന്റെ കലാമ ബഹുമാനിച്ചോ. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു സമുന്നതമായ ആധ്യാത്മിക സ്ഥാനത്തെ രാജപ്രഭുവായി മാറാനുള്ള കാരണങ്ങളിൽ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു കാരണം, ഒരിക്കൽ തന്റെ ഗ്രാമത്തിലെ ഭൂമിയെ പൊതുസ്ഥലം കുഴിച്ചപ്പോൾ അതിൽ നിന്ന് വലിയൊരു നിധി കിട്ടി. ഗവൺമെന്റിന്റെ പൊതുസ്ഥലമാണ്, അത് കുഴിച്ചപ്പോൾ അതിൽ നിന്നൊരു നിധി കിട്ടിയപ്പോൾ ആ ഗ്രാമത്തിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും അത് വിഹിതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അത് വലിയ തങ്കമായിരുന്നു, പൊന്നിന്റെ കുടമായിരുന്നു. നാട്ടിലുള്ള മുഴുവൻ ആളുകളും വന്നോ, നിങ്ങൾ മജ്‌ലിസ് നൂറ് കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് പോലെ പറമ്പിൽ നിന്ന് കുഴിച്ചെടുത്ത നിധിയിൽ നിന്ന് പൊന്നിന്റെ പൊട്ട് കിട്ടാൻ നാട്ടുകാരെ ക്യൂ നിന്നു. എല്ലാവരും വാങ്ങി ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു വന്നു നോക്കുമ്പോ ആ കുടത്തിന്റെ മുകളില് അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മി എഴുതി വെച്ചത് കണ്ടു. അത് പൊന്നല്ല, പൊന്ന് പൊതിഞ്ഞ കവറാണ്. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് പൊന്ന് വേണ്ട, തങ്കം വേണ്ട, ആ കുടം ആവരണം ചെയ്ത കവറില്ലേ, ആ കവറൊന്നു തരുമോ? കാരണം അതിൽ ഞാൻ പൊന്നിനേക്കാൾ, തങ്കത്തേക്കാൾ, വെള്ളിയേക്കാൾ, എന്റെ സമ്പത്തിനേക്കാൾ, സന്താനങ്ങളെക്കാൾ, കുടുംബത്തേക്കാൾ, എന്നെക്കാളും സ്നേഹിക്കുന്ന, എനിക്ക് അന്നം തരുന്ന, വെള്ളം തരുന്ന, ഓക്സിജൻ തരുന്ന, നിമിഷാർദ്ധത്തിൽ അനേകായിരം അനുഗ്രഹങ്ങളുടെ പറുദീസയിലെ രാജാവിനെ പോലെ എന്നെ തീറ്റിപ്പോറ്റുന്ന ഉമ്മയുടെ ഗർഭാശയത്തിൽ മാസങ്ങളായി കഴിയുമ്പോൾ എനിക്ക് ഹോട്ടൽ ഭക്ഷണമില്ല, അടുക്കളയിൽ പാകം ചെയ്ത ഭക്ഷണമില്ല, അതെനിക്ക് പറ്റൂല. ആ സമയത്ത് പൊക്കിളിലൂടെ ഒരു കേബിൾ വേറിട്ടുകൊണ്ട് എനിക്ക് ഭക്ഷണം നൽകിയ അല്ലാഹ്, ആ ഉമ്മന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോഴേക്ക് ഉമ്മന്റെ മുലപ്പാല് റെഡിയാക്കി തന്ന
അല്ലാ, അതാ കൊച്ചുകാലത്ത് ഞാൻ മൂത്രമൊഴിക്കുമ്പോൾ കാട്ടിക്കുമ്പോൾ ഉമ്മാക്ക് വെറുപ്പില്ലാതിരിക്കാൻ അമിതമായ സ്നേഹം ഉമ്മാന്റെ കൽബിലിട്ട് കൊടുത്തുകൊണ്ട് ഉമ്മാന്റെ മടിശിന്നെ നീ ഒന്നുമല്ലാതെ നിന്നെ കൊണ്ടുപോയി തട്ടിയാൽ പൊന്നുമോളെ, സമൂഹത്തിൽ മാന്യനായ ഒരു ചെറുപ്പക്കാരൻ നിന്നെ ജീവിതം ഏറ്റെടുത്തുകൊണ്ട് അവന്റെ ഭാര്യയായി കഴിയേണ്ട നീ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത സമൂഹം മാറ്റിവെച്ച ഒരു കഴുകന് വേണ്ടി അവന്റെ വഞ്ചനയിൽ, അവന്റെ വഞ്ചന നിറഞ്ഞ പുഞ്ചിരിയിൽ കുടുങ്ങിയിട്ട് ഉമ്മായ മറക്കണ്ട മോളെ, വാപ്പായ മറക്കണ്ട മോളെ, കുടുംബക്കാരെ മറക്കണ്ട മോളെ. നിനക്ക് പ്രണയിക്കാൻ ഒരു സ്നേഹത്തിന്റെ തലസ്ഥാനം പരിചയപ്പെടുത്താം. അത് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി. ദുനിയാവിന് വേണ്ടി കൊലകൾ വർദ്ധിക്കുകയാണ്. ഒറ്റ കുടുംബത്തിലെ 5 പേര് പൈശാചികമായ ദുർബോധനത്തിന് അടിമപ്പെട്ടുകൊണ്ട് പ്രണയിച്ച കാമുകന്റെ പിന്നാലെ പോവാനുള്ള പൂതിയിൽ കൊന്നൊടുക്കിയത് കേരളത്തെ ഞെട്ടിച്ചതൊരു പെണ്ണാണെന്ന് മറക്കണ്ട. കൊലയാളികളായി പെണ്ണുങ്ങളും രംഗപ്രവേശനം ചെയ്യുന്ന കാലമാണെന്ന് മറക്കണ്ട. നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് വീടിന്റെ മൺതറയിലിട്ടുകൊണ്ട് സ്വന്തം ഭർത്താവിനെ അടിച്ച് പെരിച്ചാഴിയെപ്പോലെ കൊല്ലാൻ കാമുകന് കൂട്ടുന്നത് മുസ്ലിം പേരുള്ള ഒരു പെൺകുട്ടിയാണെന്ന് മറക്കണ്ട. ഇതിന്റെ പിറകിലൊക്കെ കാരണമായി പ്രവർത്തിക്കുന്നതില് സോഷ്യൽ മീഡിയക്കുള്ള പങ്കും മറക്കണ്ട. കൊലപാതകങ്ങളിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സിനിമയാണ്. കുടുംബ തർക്കങ്ങളെ കൂടുതലും ഉണ്ടാക്കുന്നത് സീരിയൽ സിനിമയാണ്. കവർച്ചകളെ കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത് സീരിയൽ സിനിമയാണ്. വാപ്പയെ തട്ടുന്നതിൽ മുഖ്യ പങ്ക് സീരിയൽ സിനിമയ്ക്കാണ്. റോഡ് ആക്സിഡന്റിൽ 60% സീരിയൽ സിനിമ സ്റ്റൈലിൽ വണ്ടി വിട്ടത് കൊണ്ടാണ്, കഞ്ചാവ് തിരികെ വെച്ചത് കൊണ്ടുമാണ്. അതുകൊണ്ട് മറക്കണ്ട, ഇന്ന് നമ്മുടെ കൈത്തുമ്പിലാണ് പിശാച് അമ്മാനമാടുന്നത് എന്ന് മറക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആഖിർസമാനിൽ ഈ സ്വലാത്തും മദും ഇഷ്കുമായി നടക്കുന്നത് അല്ലാഹുവിന്റെ തെരഞ്ഞെടുപ്പാണെന്ന് സൗഭാഗ്യത്തോടെ ഓർക്കേണ്ട.